ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇത് കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വിനായകൻ കഴിഞ്ഞ ദിവസം അടൂരിനെതിരെയും യേശുദാസിനെതിരെയും നടത്തിയ തെറി അഭിഷേകം എന്ന് കേസെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ ഇതുവരെ പോലീസ് അനങ്ങിയിട്ടില്ല ഈ വിഷയത്തിൽ. മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. മുമ്പ് ഉമാ തോമസ് MLA ഒരു തവണ പരസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ് എങ്ങനെയാണ് വിനായകന് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത് എന്ന്. വിനായകൻ ഒരു പൊതുശല്യമാകുമ്പോഴും സംരക്ഷിക്കാൻ ഒരു കവചം തന്നെ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ ആ കവചം ഇപ്പോൾ പൊട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും പോലീസ് ഇപ്പോഴും കണ്ണടയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആയിരുന്നു കൊല്ലത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയത്. അതും ബഹളമുണ്ടാക്കിയതായിട്ടാണ്, പബ്ലിക് ന്യൂസൻസ്. പക്ഷേ എങ്കിലും വിനായകൻ പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, വിനായകന് സംരക്ഷണ കവചം ഒരുക്കുന്നത് ആരാണ് ശ്രീ മഞ്ജുഷ്? അത് ഇടത് സൈബർ അണികൾ മാത്രമല്ല, ഇടത് നേതാക്കളുമുണ്ട്. അതുകൊണ്ടാണല്ലോ പോലീസിന് ലാത്തിയെടുത്തൊന്ന് റോന്തു ചുറ്റാൻ പോലും സാധിക്കാത്തത്. വിനായകന്റെ അടുത്തേക്ക് വിനായകനെ ഇനി നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അസഭ്യം കാണിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ വന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് അയാളെ ജാമ്യത്തിൽ വിടാൻ, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാവുകയാണ്. ഇന്നലെ കണ്ടില്ലേ, ശ്വേതാ മേനോനെതിരെ കേസെടുക്കാൻ കാണിക്കുന്നതിന്റെ 1000-1 ആർജവം. ഏത് തപ്പിപ്പിടിച്ച് പഴയ വീഡിയോ തപ്പിപ്പിടിച്ച് കേസെടുക്കാൻ കാണിക്കുന്ന കേരളത്തിന്റെ പോലീസ്. ആ നാണം കെട്ട പോലീസിന് വിനായകനെതിരെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകയായ ശ്രീ അപർണ കുറുപ്പിനെതിരെ ഇത്രമാത്രം അധിക്ഷേപകരമായ രീതിയിൽ പെരുമാറിയിട്ട് സംസാരിച്ചിട്ട് ഇതാ ഒരു വെള്ളക്കടലാസിൽ ഒരു FIR ഇടാൻ പോലും സാധിച്ചിട്ടില്ല. വിനായകൻ എന്ന് പറയുന്നത് ആരാണ്? വിനായകൻ കാലങ്ങളായി ഇടതുപക്ഷത്തിന് വേണ്ടി സൈബർ ഇടത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ സാംസ്കാരിക പ്രവർത്തകനാണ്. സാംസ്കാരിക രംഗത്ത് വളരെ പച്ചയായി, വളരെ ഓപ്പണായി ഇടതുപക്ഷത്തിന്റെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പാടെ വിശുദ്ധരാണ്, വിനായകനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൈ കഴുകാനാവില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് ഈ വൃത്തികെട്ടവൻ, ഈ കൊള്ളരുതാത്തവൻ, ഈ വേട്ടപ്പട്ടി പറഞ്ഞത് നമ്മൾ മറന്നുപോയോ? ഈ വേട്ടപ്പട്ടി എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ സഹാവ് VS മരിച്ചപ്പോ അവിടെ പോയി ഇല്ല മരിക്കുന്നില്ല എന്ന് പാടണമെങ്കിൽ എത്രമാത്രം തൊലിക്കട്ടി വേണം, എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണം? ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ മരണത്തെ അധിക്ഷേപിച്ച ഈ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തന്നെ ഭാഷ കടമെടുത്താൽ ചത്താൽ, ഈ വിനായകൻ ചത്താൽ, ഈ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും ഒരു പട്ടിയെങ്കിലും, ഏതെങ്കിലും ഒരു പേപ്പട്ടിയെങ്കിലും കണ്ണീർ ഒലിപ്പിക്കുമോ? അതുപോലും ഉണ്ടാവില്ല. നോക്കൂ, എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ ദളിതനാണ്, ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ദളിത് രാഷ്ട്രീയമാണ്. ദളിത് സമൂഹത്തെ ആകെ ഒറ്റുകൊടുക്കുന്ന യൂദാസാണ് വിനായകൻ. ഞാനിന്ന് ചില ദളിത് ആക്ടിവിസ്റ്റുകളെ, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രവർത്തകരെ, പിന്നെ പതിവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളെ വിളിച്ചിരുന്നു. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, അവർ ഒഴിയുകയാണ് ചെയ്തത്. അപ്പോൾ വിനായകൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെയും യേശുദാസിന്റെയും ഒക്കെ നിലപാടുകളിൽ അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാം. അതിനെ മുഴുവൻ കണ്ണടച്ച് അനുകൂലിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ നടത്തിയ പരാമർശം, പിന്നെ യേശുദാസിന്റെ മുൻപത്തെ ഒരു പരാമർശമാണല്ലോ വിനായകനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, സ്ത്രീകൾ ജീൻസും ഷർട്ടും ഇട്ട് നടക്കുന്നതിനെ കുറിച്ച്. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് യേശുദാസിന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ പോലും അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വിനായകൻ എഴുതിയ കാര്യം, അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഈ ടെലിവിഷൻ ചാനലിൽ അത് കാണിക്കാൻ പറ്റുകയില്ല, അത് മാസ്ക് ചെയ്ത് കാണിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എല്ലാവരും അത് വായിച്ചതാണ്. വിനായകൻ അത് 24 മണിക്കൂർ ആ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ വായിച്ചു ആ പോസ്റ്റ്. വിനായകന്റെ നിലവാരം എത്രയാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ വിനായകന് നിലപാട് പറയണമെങ്കിൽ കൃത്യമായിട്ട് നിലപാട് പറയാം. യേശുദാസിനെതിരെ നിലപാട് പറയാം, അടൂർ ഗോപാലകൃഷ്ണനെതിരെ നിലപാട് പറയാം, ന്യൂസ് 18-നെതിരെ നിലപാട് പറയാം. എന്തും വിനായകന് പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ വിനായകൻ ഈ വർണ്ണനകൾ കയറ്റുന്നതാണ്, തെറികൾ കയറ്റുന്നതാണ് അതിൽ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഇനി അനുകൂലിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വരുമോ എന്ന് സംശയമാണ്. ഉണ്ടാവാം കേട്ടോ, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ ഇപ്പോഴും ഇരവാദമുണ്ട്. വിനായകൻ ദളിതനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതല്ലായിരുന്നു ഒരു സവർണനായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആരും എതിർത്ത് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും വിനായകന്റെ നിലപാട്. തീർച്ചയായും നിലപാടല്ല ഈ പ്രവൃത്തി. തീർച്ചയായും മഞ്ജുഷ്, ശ്രീ നോക്കൂ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പോസ്റ്റിനടിയിലെ കമന്റുകളാണ്. നോക്കൂ, സഹാവ് VSന്റെ, സഹാവ് പിണറായി വിജയന്റെ അടക്കം ഇടത് നേതാക്കളുടെ ഫോട്ടോ, ചിത്രങ്ങൾ പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചിരിക്കുന്ന ഹാൻഡിലുകളിൽ നിന്ന് വിനായകനെ അനുകൂലിച്ചാണ് പോസ്റ്റുകൾ വരുന്നത്, കമന്റുകൾ വരുന്നത്. വിനായകൻ എഴുതിയ തെറിക്ക് തെറിയേക്കാൾ മൂത്ത തെറി പറയാൻ പറ്റുമോ അത്തരത്തിലുള്ള കമന്റുകൾ ഈ ഇടത് സൈബർ ഹാൻഡിലുകൾ ഇവിടെ അദ്ദേഹത്തിന് പിന്തുണയായി പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടി ഉണ്ട് കേട്ടോ എന്നുള്ള കണക്കിന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതിനാര് ഉത്തരം പറയും?
രണ്ട്, വിനായകൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സമൂഹത്തോട്, അതായത് ഈ ദളിത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതിയാണ്. കാരണം വിനായകനെ പോലെയുള്ള ഒരാൾ ഈ തെറി പറഞ്ഞിട്ട്, ഈ വൃത്തികേട് കാണിച്ചിട്ട്, പുലഫ്യം പറഞ്ഞിട്ട്, അസഭ്യം കാണിച്ചിട്ട്, സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ട് കാണിച്ചിട്ട്, അതിന്റെ പുറത്ത് ഇതാ ഞാൻ ദളിതനാണേ, എന്നെ ഒന്നും ചെയ്ത് കളഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞ് ആ കാർഡ് ഇളക്കി കളയ്ക്കുമ്പോൾ ആ സമൂഹത്തിൽ തന്നെ പീഡനം നേരിടുന്ന ഒരുപാട് പേരുണ്ട്. അവർ മുമ്പോട്ട് വെക്കുന്നതും ഇത്തരത്തിലുള്ള കാർഡാണ് എന്ന് ജനറലൈസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും നീതി കിട്ടേണ്ടവർക്ക് ആ നീതി ഇല്ലാതാവും. വിനായകൻ പറഞ്ഞതുപോലെ ആയിരിക്കും ഇതും എന്ന് സാധാരണക്കാരായിട്ടുള്ള ജനം ചിന്തിക്കുന്ന നിലയിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ എന്താ പ്രശ്നം? ആ സമൂഹത്തിൽ നീതി കിട്ടേണ്ടവർ, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നവർ, അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്റ്റേക്ക്, അവർ മുമ്പോട്ട് കൊണ്ടുവരുന്ന വോയിസ്, അത് സപ്രസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത്, ആ സമൂഹത്തെ 30 വെള്ളിക്കാസിനെ ഒറ്റിക്കൊടുക്കുന്ന, ആ സമൂഹത്തെ കഞ്ചാവിന്റെയും MDMA മറ പറ്റി ഒറ്റിക്കൊടുക്കുന്ന, ആ സമൂഹത്തെ തന്റെ മനസ്സിലെ ഈ ലൈംഗിക വൈകൃതം ഫേസ്ബുക്കിൽ എഴുതി അഭിരമിക്കാൻ വേണ്ടി ആ സമൂഹത്തിന്റെ കാർഡും മാസ്കും എടുത്തിട്ട് അവരെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസാണ് ഈ വിനായകൻ. വിനായകനല്ല, ഇയാൾ വിനാശകനാണ് എന്നത് കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് മെസ്സേജിന്റെ രൂപത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ദിനു വെയിലിനെ ചർച്ചയ്ക്ക് വിളിക്കുക പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചതാണ്, ചർച്ചയിൽ ഇരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അസൗകര്യം പറയുകയാണ് ചെയ്തത്. വിനായകനെ അനുകൂലിച്ചേക്കാം ദിനു വെയിൽ എന്ന ഉദ്ദേശത്തിലായിരിക്കും ഇത്തരത്തിലൊരു മെസ്സേജ് വന്നത്. പക്ഷെ ഞാൻ വിളിച്ചതാണ്, പക്ഷേ പ്രതികരിക്കാൻ എന്ന് വെച്ചാൽ സമയം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ശ്രീ ബൽദേവ്